എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 92-ാം ദിവസം. ഇന്ന് 911 മുതൽ 920 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം സദാശിവകുടുംബിന്യേ നമ. ഓം സവ്യാപസവ്യമാർഗസ്ഥായേ നമ. ഓം സർവാപദിവാരണ്യേ നമ. ഓം സ്വസ്ഥായേ നമ. ഓം സ്വഭാവമധുരായേ നമ. ഓം ധീരായേ നമ. ഓം ധീരസമർച്ചിതായേ നമ. ഓം ചൈതന്യാർഘ്യ സമാരാധ്യായേ നമ. ഓം ചൈതന്യകുസുമപ്രിയായേ നമ. ഓം സദോദിതായേ നമ. ഒന്നുകൂടെ പറയാം. ഓം സദാശിവ കുടുംബിന്യേ നമ. ഓം സവ്യാപസവ്യമാർഗസ്ഥായേ നമ. ഓം സർവാപദിനിവാരിണ്യേ നമ. ഓം സ്വസ്ഥായേ നമ. ഓം സ്വഭാവമധുരായേ നമ. ഓം ധീരായേ നമ. ഓം ധീരസമർച്ചിതായേ നമ. ഓം ചൈതന്യ അർഘ്യ സമാരാധ്യായേ നമ. ഓം ചൈതന്യ കുസുമപ്രിയായേ നമ. ഓം സദോദിതായേ നമ. ഇനി ഇതിൻ്റെ സാമാന്യ അർത്ഥം നോക്കാം. ഓം സദാശിവകുടുംബിന്യേ നമ. സദാശിവകുടുംബിനി, സദാശിവൻ്റെ കുടുംബത്തിലെ ഗ്രഹനാഥയായിട്ടുള്ളവൾ, സദാശിവൻ്റെ കുടുംബത്തിലെ ഗ്രഹനായികയായിട്ടുള്ളവൾ ദേവി. ഓം സവ്യാപസവ്യമാർഗസ്ഥായേ നമ. ദേവിയെ ഉപാസിക്കാൻ 2 മാർഗങ്ങളാണുള്ളത്, സവ്യമാർഗവും അപസവ്യമാർഗവും. അപ്പോൾ ഈ 2 ഉപാസനാക്രമങ്ങളാണ്. ഇന്ന വഴിയെ പോകണം, ഈ വഴിയെ പോകണം, ഇടത്തും വലത്തും 2 വഴികളാണ്. ആ 2 വഴിയെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ദേവിയെ ദേവിയുടെ അടുത്ത് എത്താൻ പറ്റുകയുള്ളൂ. അതാണ് സവ്യമാർഗവും അപസവ്യമാർഗവും. ഈ 2 ഉപാസനാക്രമങ്ങൾ വേണം ദേവി. ഈ 2 ഉപാസനാക്രമങ്ങളിൽ കൂടെ വേണം ദേവിയെ ആരാധിക്കുവാൻ. ഇനിയും ഓം സർവാപദിനിവാരിണ്യേ നമ. എല്ലാ ആപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവളാണ് ദേവി. വരാനിരിക്കുന്ന ആപത്തിൽ നിന്നും മുൻകൂട്ടി അറിയിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പലപ്പോഴും എന്താണ്, നമ്മൾ എവിടോട്ടേലും ഒരു യാത്ര പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ബസ് കിട്ടാതിരിക്കുക, ട്രെയിൻ കിട്ടാതിരിക്കുക, പ്ലെയിൻ കിട്ടാതിരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴെന്താണ്, അവിടെ ദേവിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദേവി നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. കാരണം ആ ബസ്സോ ട്രെയിനോ പ്ലെയിനോ ഒക്കെ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിയിട്ടില്ല, നമ്മൾ പഠിക്കുക വരെ എത്തിക്കാണും, അതിൻ്റെ അടുത്ത് വരെ എത്തിയെങ്കിൽ നമ്മളതിൽ കയറി ഒരാപത്തിൽ പെടാതിരിക്കും. അപ്പോൾ നമ്മളെന്താണ്, ആ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ദേവിയാണെന്നാണ് പറയുന്നത്. കാരണം എല്ലാ ആപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവളാണ് ദേവി. വരാനിരിക്കുന്ന ആപത്തിൽ നിന്നും മുൻകൂട്ടി അറിയിക്കുന്നവൾ. സ്വസ്ഥായേ നമ. തന്നിൽ തന്നെ രമിച്ചിരിക്കുന്നവന് മാത്രമേ സ്വസ്ഥരാകാൻ കഴിയുകയുള്ളൂ. തന്നിൽ തന്നെ രമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ദേവിയിൽ തന്നെ രമിച്ചിരിക്കുന്നവർക്ക് മാത്രമേ സ്വസ്ഥരായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ. സാധാരണ ആളുകൾക്ക് സ്വസ്ഥരാകാൻ പറ്റുകയില്ല. കാരണം എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളിൽ ഇങ്ങനെ പെട്ടുഴലുകയാണ്. നമുക്ക് സാധാരണ ആളുകൾക്ക് എന്താണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ ഒരിക്കലും മനസ്സിന് സ്വസ്ഥത കിട്ടുകയില്ല. അപ്പോൾ ദേവി സ്വസ്ഥയാണ്. കാരണം ദേവി തന്നിൽ തന്നെ രമിച്ചിരിക്കുന്നവളാണ്. ഓം സ്വഭാവമധുരായേ നമ. സ്വഭാവം, തൻ്റെ ഭാവം അല്ലെങ്കിൽ തൻ്റെ പ്രകൃതം എപ്പോഴും മധുരമാണ്. ദേവിയോടടുക്കുമ്പോഴാണ് ദേവിയുടെ ആ പ്രകൃതം അല്ലെങ്കിൽ ആ ഭാവം നമുക്ക് നുണയാൻ പറ്റുന്നത്. അങ്ങനെ ദേവിയോടടുക്കുമ്പോഴാണ് നമ്മളും നമ്മുടെ ഭാവം എന്തുള്ളതാക്കുന്നത്, മധുരതരമാക്കുന്നത്. അപ്പോൾ ദേവി സ്വഭാവ മധുരയാണ്. അപ്പോൾ ഓം ധീരായേ നമ. ദേവി ധീരയായിട്ടുള്ളവളാണ്. ധീ എന്ന് പറയുമ്പോൾ ബുദ്ധി എന്നർത്ഥമുണ്ട്. ദേവി തീക്ഷ്ണമായ ബുദ്ധിയുള്ളവളാണ്. അതുപോലെ തന്നെ ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട്. അപ്പം ധീരായ എന്ന് പറയുമ്പോൾ ധീര എന്ന് പറഞ്ഞാൽ ധീരയായിട്ടുള്ളവളാണ് ദേവി, തീക്ഷ്ണമായ ബുദ്ധിയുള്ളവളാണ് ദേവി, ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവളും ദേവി തന്നെയാണ്. ധീരസമർച്ചിതായേ നമ. ധൈര്യമുള്ളവരാൽ അർച്ചിക്കപ്പെടുന്നവൾ ദേവി. അപ്പോൾ യഥാർത്ഥമായ ആത്മീയതയെന്ന് പറയുന്ന ഒരു സാഹസികതയാണ്. നമ്മളെ അമ്മ നോക്കിക്കൊള്ളു, ഈ ജഗദമ്പ എന്നെ കാത്തുകൊള്ളും, സാക്ഷാൽ ലളിതാ പരമേശ്വരി എന്നെ കാത്തുകൊള്ളുമെന്ന് പറയാൻ ധൈര്യമുള്ളവരാണ് അങ്ങനെ ധീരസമർച്ചിതായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ധൈര്യമുള്ളവരാൽ അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി. അടുത്തത് ഓം ചൈതന്യാർഘ്യ സമാരാധ്യായേ നമ. ചൈതന്യമായിട്ടുള്ള നമ്മുടെ മനസ്സിനെ ജീവസുറ്റതാക്കി മനസ്സ് തന്നെ അർഘ്യമായി വെച്ച് ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. മനസ്സ് തന്നെ പൂജാദ്രവ്യമാക്കി പൂജിക്കുമ്പോൾ എന്താണ്, അത് മാനസ പൂജയാണ്. നമ്മളെ തന്നെ ദേവിയെ
നമ്മുടെ മനസ്സിനെ തന്നെ കൊടുത്ത് ദേവിയെ ആരാധിക്കുന്നു. ആ മാനസ പൂജയാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം. ചൈതന്യ കുസുമപ്രിയായേ നമ. മനസ്സ് തന്നെ പുഷ്പമായിട്ട് കൊടുക്കുന്നത്, മനസ്സ് തന്നെ പുഷ്പം കൊണ്ട് ആരാധിക്കുന്നവരോട് ദേവിക്ക് അതിപ്രീതിയാണ്. അപ്പോൾ ചൈതന്യം, അതായത് നമ്മുടെ മനസ്സുകൊണ്ട്, മനസ്സിനെ പുഷ്പമാക്കി നമ്മൾ മനസ്സുകൊണ്ട്, മനസ്സാകുന്ന പുഷ്പം കൊണ്ട് ആരാധിക്കുന്നവരോട് ദേവി പ്രിയമുള്ളവളാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ദ്രവ്യം കൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ, അതായത് പൂവൊക്കെ കൊടുത്ത് പുഷ്പം കൊണ്ടൊക്കെ ആരാധിക്കുമ്പോൾ എന്താണ്, അതൊക്കെ യാന്ത്രികമായി നമ്മൾ ചെയ്യുന്നതാണ്. ശരീരം കൊണ്ട് ചെയ്യുന്നതാണ്. മനസ്സുകൊണ്ട് ചെയ്യുന്ന പൂജയാണ് മാനസ പൂജ. അങ്ങനെ പൂജിക്കുന്നവരോടാണ് ദേവിക്ക് പ്രിയം. കാരണം യാന്ത്രികമായി ചെയ്യുന്ന പൂജ യാന്ത്രികമായിട്ട് നടക്കും. നമ്മൾ ഒരുപാട് ദ്രവ്യങ്ങൾ കൊണ്ടുവെക്കും, പക്ഷേ അത് യാന്ത്രികമായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ദേവിയുടെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു നാമമേ ചൊല്ലിയുള്ളെങ്കിലും അത് അർത്ഥമറിഞ്ഞ് ചൊല്ലണം, അല്ലെങ്കിൽ അത് ആസ്വദിച്ച് ചൊല്ലണം. അല്ലാതെ നമ്മൾ കാണാതെ പഠിച്ച ഒരു ട്യൂണിലങ്ങ് പാടിപ്പോയാൽ അതിന് എന്താ പറയുന്നത്, വെറും യാന്ത്രികമാകും. ഒരു നാമമേ ജപിച്ചുള്ളൂ, അത് അർത്ഥമറിഞ്ഞ് ആസ്വദിച്ച് ജപിക്കുക. ഇവിടെ വിദ്വാൻമാർ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അർത്ഥമറിഞ്ഞ് അല്ലെങ്കിൽ ആസ്വദിച്ച് ഒരു നാമം ജപിച്ചാൽ അത് നാമിയുടെ അടുത്തെത്തുമെന്നാണ് പറയുന്നത്. നാമിയുടെ അടുത്തെത്തിക്കും എന്ന് പറഞ്ഞാൽ, നാമി എന്ന് പറയുന്നത് നമ്മൾ ആരെയാണോ നാമം ചൊല്ലി നമ്മുടെ ആഗ്രഹം പറയുന്നത്, ആ ആഗ്രഹ സാഫല്യം വേണമെങ്കിൽ നമ്മൾ ചൊല്ലുന്ന നാമം അർത്ഥമറിഞ്ഞ് ചൊല്ലണം, അല്ലെങ്കിൽ ആസ്വദിച്ച് ചൊല്ലണം എന്നാണ്. ഓം സദോദിതായേ നമ. സദാ ഉദിതമായിട്ടുള്ളവൾ എന്ന് വെച്ചാൽ എപ്പോഴും ഉദിച്ചുയരുന്ന പ്രകാശമാണ് ദേവി. അപ്പോൾ എന്താണ്, ഇവിടെ ഓരോ ദിവസവും ഓരോരോ നാമങ്ങളിൽ കൂടെ നമ്മൾ കൂടുതൽ ദേവിയെ അറിയുകയാണ്. മാനസ പൂജ ചെയ്യുക, ദേവിക്ക് എന്താണ് പറയുന്നത്, ദേവീ നാമങ്ങൾ അറിഞ്ഞ് ആസ്വദിച്ച് ചൊല്ലുക. അങ്ങനെയൊക്കെ ഉള്ളവരോടാണ് ദേവിക്ക് അധിക പ്രിയമുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പുതിയ നാമങ്ങളിൽ കൂടെ ദേവിയെ കൂടുതൽ അറിയുകയാണ്. എന്താണ് പറയുന്നത്, നമ്മളിങ്ങനെ ആസ്വദിച്ച് അർത്ഥമറിഞ്ഞ് മാനസ പൂജയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു. ദേവീ പ്രസാദം ഉണ്ടാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീ ലളിതാ പരമേശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.